വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇനി നമുക്ക് ചെയ്യാനുള്ള ഡാഷ്ബോർഡ് ആണ്. ഡാഷ്ബോർഡിൽ നമുക്കൊരു പൈ ചാർട്ടും ഒരു ബാർ ചാർട്ടും വേണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചാർട്ട് JS എന്ന് പറഞ്ഞൊരു ലൈബ്രറിയാണ്. HTML5 ഉപയോഗിച്ചിട്ടുള്ള ഒരു ചാർട്ടാണത് ജാവാസ്ക്രിപ്റ്റിലെ. അപ്പോൾ അതിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. സാമ്പിൾസ് ഉണ്ട്, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് സാമ്പിൾസിൽ പോയി നോക്കാം. ഓക്കെ, അപ്പൊ ഓരോ ബാർ ചാർട്ടിന്റെ ഒക്കെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ, അതിനൊക്കെ പാസ് ചെയ്യേണ്ട കോഡ് എങ്ങനെയാന്നുള്ളതും കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓരോന്ന് എടുത്തു കഴിഞ്ഞാലും അതിനെങ്ങനെയാണ് ഡാറ്റ സെറ്റ്സ് പാസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോ അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഹോമിൽ പോയിട്ട് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ആ ചാർട്ട് JS അതിന്റെ JS ഇൻക്ലൂഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലേഔട്ടിൽ വന്നിട്ട് ലേഔട്ടിൽ നമ്മൾ ഹെഡറിൽ CSS ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം നമുക്ക് സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. തൽക്കാലം ഞാൻ ഹെഡറിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, ബോഡിയിലായാലും കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഹെഡറിൽ ഇൻക്ലൂഡ് ചെയ്തു. ആ ഒരു URL നമുക്ക് ഇവിടുന്ന് എടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഡാറ്റ പാസ് ചെയ്യണം. നമുക്ക് ആ ഡാറ്റ ക്രിയേറ്റ് ചെയ്യണം. ഡാറ്റ എവിടെയാണുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞ മോഡലിലാണുള്ളത്. യൂസറിന്റെ എക്സ്പെൻസസ് ആണ് എടുക്കുന്നത്. അപ്പൊ വേറെ ഡാഷ്ബോർഡിന് വേറെ ടേബിൾസിന്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഡാറ്റാബേസിൽ വേറെ ടേബിൾസ് ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് സ്കീം ഉണ്ടാക്കണ്ട, പക്ഷെ നമുക്ക് സർവീസ് വേണം. അപ്പൊ ഡാഷ്ബോർഡിന് നമ്മൾക്ക് ഒരു സർവീസ് ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഡാഷ്ബോർഡ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ആ ഫയൽ ഞാൻ ഇൻഡെക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് സർവീസ് അവിടെ ചെയ്യുന്നത് നമ്മൾ മോഡൽ എക്സ്പെൻസ് നല്ല എടുക്കേണ്ടത് എക്സ്പെൻസ് ടേബിളിന്. അപ്പോൾ ആ മോഡൽ റിക്വയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്പോർട്സ് ഡോട്ട് ഗെറ്റ് ഡാഷ്ബോർഡ് ഡാറ്റ എന്ന് പറയുന്ന അസിൻക്രണസ് ഫംഗ്ഷനിൽ യൂസർ ID നമ്മൾ പാസ് ചെയ്യും. എന്നിട്ട് ട്രൈ ക്യാച്ചിൽ എക്സ്പെൻസ് ഫൈൻഡ് യൂസർ, ആ യൂസറിന്റെ എക്സ്പെൻസസ് എല്ലാം കിട്ടി. അപ്പൊ അതൊരു ലിസ്റ്റ് ആയിരിക്കുമല്ലോ, അറേ ആയിരിക്കും. എന്നിട്ട് കാറ്റഗറി മാപ്പ് എന്ന് പറയുന്ന ഒരു empty ഒബ്ജക്റ്റ് ഉണ്ടാക്കി, ഡേറ്റ് മാപ്പ് എന്ന് പറയുന്ന empty ഒബ്ജക്റ്റ് ഉണ്ടാക്കി. അതായത് നമുക്ക് കാറ്റഗറി വൈസ് ഉള്ള ചാർട്ടും കാണണം, അതേപോലെ ഡേറ്റ് വൈസ്. കാറ്റഗറി വൈസ് ആകുമ്പോൾ നമുക്ക് പൈ ചാർട്ടും, അതേപോലെ ഡേറ്റ് വൈസ് ആകുമ്പോൾ നമുക്ക് വേണ്ടത് ബാർ ചാർട്ടും ആണ്. അപ്പൊ അതില് ഈ രണ്ടിലും കീ എന്ന് പറയുന്നത് എന്തായിരിക്കും, കാറ്റഗറി മാപ്പ് എന്ന് പറയുന്നത് കാറ്റഗറി വൈസ് എന്ന് പറയുമ്പോൾ തന്നെ ആ വേർഡിൽ തന്നെ എന്താ മനസ്സിലാവുക, ആ കീ എന്ന് പറയുന്നത് കാറ്റഗറി ആയിരിക്കും. അതായത് ഫുഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ടോട്ടൽ എത്ര എമൗണ്ട് ആയി അല്ലെങ്കിൽ എക്സ്പെൻസ് ഉണ്ട്, ഡേറ്റിൽ ഒരു 15/3/2025 ആ ഡേറ്റിന് എത്ര എക്സ്പെൻസ്. അപ്പൊ അതാണല്ലോ കീ എന്ന് പറയുന്നത്. ഇവിടെ ഡേറ്റും ഇവിടെ കാറ്റഗറിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെൻസിൽ ലൂപ്പ് ചെയ്യും. എക്സ്പെൻസസ് ഡോട്ട് ഫോർ ഈച്ച് ജാവാസ്ക്രിപ്റ്റിന്റെ ഫംഗ്ഷൻ ആണ്. ലൂപ്പ് ചെയ്യുമ്പോൾ അതിൽ കോൾ ബാക്ക് ഫംഗ്ഷൻ കിട്ടും. അതിൽ ഓരോ എക്സ്പെൻസും കിട്ടും. ആരോ ഫംഗ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിൽ നമ്മൾ ചെക്ക് ചെയ്യും ഈ കാറ്റഗറി മാപ്പ് അത് ഒരു അറേ ആയിട്ടും ആക്സസ് ചെയ്യാം, ഒബ്ജക്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാം, അങ്ങനെ ബ്രാക്കറ്റ് ഇട്ട് ആക്സസ്. അതിൽ എക്സ്പെൻസ് ഡോട്ട് കാറ്റഗറി, ഈ എക്സ്പെൻസ് നമ്മൾ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള എക്സ്പെൻസിലുള്ള കാറ്റഗറി എന്തിലുണ്ടെങ്കിൽ കാറ്റഗറി മാപ്പിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, കാറ്റഗറി മാപ്പ് ഓഫ് എക്സ്പെൻസ് ഡോട്ട് ആ കാറ്റഗറി പ്ലസ് ഈക്വൽ ടു എക്സ്പെൻസ് ഡോട്ട് എമൗണ്ട്. നിലവിൽ അതിൽ ഈ ഒരു കാറ്റഗറി ഫുഡ് എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടെങ്കിൽ അതിലുള്ള ഒരു എമൗണ്ട് ഉണ്ടാവുമല്ലോ, ആ എമൗണ്ട് പ്ലസ് എക്സ്പെൻസ് ഡോട്ട് എമൗണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ പ്ലസ് ഈക്വൽ ടു കൊടുത്തത്. അപ്പൊ അതിനോട് ഇപ്പൊ കിട്ടിയ എമൗണ്ട് കൊണ്ട് പ്ലസ് ചെയ്യും. എൽസ് അല്ലെങ്കിൽ എന്താണ്, പുതിയതായിട്ട് ആ ഒരു കാറ്റഗറി ആ ഒബ്ജക്റ്റിലേക്ക് സെറ്റ് ചെയ്യാണ്. കാറ്റഗറി മാപ്പ് ഡോട്ട് ഓഫ് എക്സ്പെൻസ് ഡോട്ട് കാറ്റഗറി ഈക്വൽ ടു പ്ലസ് ഇല്ല, എക്സ്പെൻസ് ഡോട്ട് എമൗണ്ട്. പിന്നെ ഡേറ്റിന്റെ ഇതേപോലെ ചെയ്യാണ്. ഡേറ്റ് നമ്മൾ ഒന്ന് ഫോർമാറ്റ് ചെയ്യാണ്. എക്സ്പെൻസ് ഡോട്ട് ഡേറ്റ് ഡോട്ട് ടു ലോക്കൽ ഡേറ്റ് സ്ട്രീം en-GB ഒരു ഫോർമാറ്റ് ആണ്. ജസ്റ്റ് ഗൂഗിളിൽ നോക്കിയത് എന്താണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. എന്നിട്ട് ഈഫ് കണ്ടീഷൻ ഇടാൻ നേരത്തെ പോലെ തന്നെ ഡേറ്റ് മാപ്പിൽ ഈ ഡേറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത്, ഡേറ്റ് പ്ലസ് ഈക്വൽ ടു എമൗണ്ട്, ഇല്ലെങ്കിൽ പുതിയ എമൗണ്ട് അതിലേക്ക് സെറ്റ് ചെയ്യണം. രണ്ടും ഏകദേശം ഒരേപോലെ, ഒന്ന് കാറ്റഗറിക്കും ഒന്ന് ഡേറ്റിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ചാർട്ടിന്റെ ലേബൽസ് എന്താണ്, ചാർട്ടിന്റെ ലേബൽസ് ഒബ്ജക്ട് ഡോട്ട് കീസ് ഓഫ് കാറ്റഗറി മാപ്പിലുള്ള അതിന്റെ ഒബ്ജക്ട് ഡോട്ട് കീസ് എന്നാണ് ഫംഗ്ഷൻ, ജാവാസ്ക്രിപ്റ്റുള്ള ഫംഗ്ഷൻ ആണ്. ക്യാപ്സ് ആണ്. ഒബ്ജക്ട് ഡോട്ട് കീസ് ഓഫ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിൽ എന്തൊക്കെയാണ് കീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്, കോളന്റെ ഇപ്പുറത്ത് കൊടുക്കുന്നത് അതായിരിക്കും. ഫുഡ് 30, ട്രാവൽ 100 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫുഡും ട്രാവലും അതായിരിക്കും നമുക്ക് ഒരു അറേ ആയിട്ട് കിട്ടുക. കാറ്റഗറി മാപ്പ് ആണല്ലോ എന്റെ കീസ്. ചാർട്ട് ഡാറ്റ എന്ന് പറയുന്നതോ ഒബ്ജക്ട് ഡോട്ട് വാല്യൂസ് അപ്പുറത്തുള്ളത് അറേയിൽ കിട്ടും, കാറ്റഗറി മാപ്പ്. അതേപോലെ തന്നെ ഡേറ്റിന്റെ ലേബൽസ് ഒബ്ജക്ട് ഡോട്ട്
കീസ് ഓഫ് ഡേറ്റ് മാപ്പ്, ഡേറ്റിന്റെ ഡാറ്റ, ഒബ്ജക്റ്റ് ഡോട്ട് വാല്യൂസ് ഓഫ് ഡേറ്റ് മാപ്പ്. എന്നിട്ട് അതാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ചാർട്ട് ലേബിൾസ്, ചാർട്ട് ഡാറ്റ, ഡേറ്റ് ലേബിൾസ്, ഡേറ്റ് ഡാറ്റ. നെയിമിംഗ് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അത് ക്യാച്ചിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ത്രോ ന്യൂ എറർ ഫെച്ചിങ് ഡാഷ്ബോർഡ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ത്രോ ചെയ്യണം. പല രീതിയിൽ ഞാൻ കാണിക്കുകയാണ് എങ്ങനെയൊക്കെ നമുക്ക് എറർ ഹാൻഡിൽ ചെയ്യാന്നുള്ളത്. ജസ്റ്റ് ത്രോ ചെയ്യും ന്യൂ എറർ. ഓക്കെ, അപ്പൊ അതാണ് ഈ സർവീസ് ചെയ്യുന്നത്. ഇനി നമ്മള് കൺട്രോളറിൽ വന്നു കഴിഞ്ഞാൽ കൺട്രോളറിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇനി കൺട്രോളറിലുള്ള നമ്മളെ ഗെറ്റ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രൈ ക്യാച്ച് ബ്ലോക്കിലാക്കിയിട്ട് നമ്മൾ യൂസർ ഐ ഡി എടുക്കും. സെഷൻ യൂസർ ഐ ഡി എടുത്തു. പിന്നെ അതേപോലെ ചാർട്ട് ലേബിൾസ്, ചാർട്ട് ഡാറ്റ ലേബിൾസ് ഒക്കെ ഇവിടെ എടുത്തു. സർവീസിന് ഡാഷ്ബോർഡ് സർവീസ് ഡോട്ട് ഗെറ്റ് ഡാഷ്ബോർഡ് ഡാറ്റ അതിലേക്ക് യൂസർ ഐ ഡി പാസ് ചെയ്ത് യൂസർ ഐ ഡി സെഷൻ എടുത്തതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ നമുക്ക് ഒബ്ജക്റ്റ് ആണ് കിട്ടുന്നത്. ഒബ്ജക്റ്റിൽ ഇതൊക്കെയാണുള്ളത്. നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തെടുത്തു വേരിയബിളിലേക്ക്. എന്നിട്ട് റെസ്പോൺസ് റെൻഡർ എന്താണ്? ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ആ ഒരു പഗ് റെൻഡർ ചെയ്യും. അതിൽ ടൈറ്റിൽ ഡാഷ്ബോർഡ്, പിന്നെ ഈ ഡാറ്റയൊക്കെ പാസ് ചെയ്യും. പിന്നെ ഓതന്റിക്കേറ്റഡ് നമുക്കറിയാലോ, ലോഗൗട്ട് ബട്ടന്റെ അവിടെ കാണിക്കാൻ, അതും പാസ് ചെയ്തു. കൺസോളിൽ റെസ്പോൺസ് സെർവർ എറർ എന്ന് പറഞ്ഞിട്ടുള്ള ജസ്റ്റ് ടെക്സ്റ്റ് മാത്രമാണ് കാണിക്കുന്നത് ക്യാച്ച് എറർ ആണെങ്കിൽ. അപ്പൊ ഇവിടെ വേറെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ സെഷനിൽ യൂസർ ഐ ഡി ഇല്ലാതിരിക്കുക എപ്പോഴാണ്? നമ്മൾ ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ മാത്രമാണ്. ഇവിടെ ഓപ്ഷനൽസ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യാം? ഈ റൗട്ടിൽ നമ്മൾ എക്സ്പെൻസ് റൗട്ടിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നോ? മിഡിൽ വെയർ ആഡ് ചെയ്തു. അപ്പൊ അതേപോലെ ഡാഷ്ബോർഡിൽ നമ്മൾ മിഡിൽ വെയർ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഓപ്ഷണൽ ചെയ്യണമെന്ന് നിർബന്ധമല്ല. കാരണം എന്തുണ്ടാവും? നമ്മൾക്ക് ലോഗിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവിടേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ എന്ത് റീഡയറക്റ്റ് ആയി ലോഗിനിലേക്ക് പോകും. അപ്പൊ ഡാഷ്ബോർഡിൽ പോകണമെങ്കിലും നിർബന്ധമായിട്ടും ലോഗിൻ ചെയ്യണം എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. പിന്നെ ഡാഷ്ബോർഡ് കൺട്രോളിൽ ഈ വേരിയബിൾസ് ഒക്കെ റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഡാഷ്ബോർഡിൽ ജസ്റ്റ് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ടെക്സ്റ്റ് മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. ആ ബ്ലോക്കിൽ നമുക്ക് ആദ്യം ഒരു കണ്ടെയ്നർ ഡിവ് ഉണ്ടാക്കണം. കാറ്റഗറി ബേസ്ഡ് ചാർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിവ്. അതിൽ ക്യാൻവാസ് ആണ്. നിങ്ങൾ ചാർട്ട് ജേസിന്റെ ഡോക്യുമെന്റേഷൻ നോക്കിയാൽ മതി. അവിടെ ചാർട്ട് ജേസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്തി തന്നു. ഇങ്ങനെ ചാർട്ട് ജേസ് എന്ന് പറഞ്ഞ ലൈബ്രറി ഉണ്ട്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെയുള്ള ഗ്രാഫ് വേണമെങ്കിലും ഉണ്ടാക്കാം എന്നുള്ള പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇനി ആ ഡോക്യുമെന്റേഷൻ നോക്കി നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. എന്നിട്ട് ഓരോ റിക്വയർമെന്റ് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ചാർട്ട് ജേസ് ഉപയോഗിച്ചാൽ മതി. അപ്പൊ അതിന്റെ ഡോക്യുമെന്റേഷൻ നോക്കുക, അതിന്റെ എക്സാമ്പിൾ എടുക്കുക, എന്നിട്ട് ആ എക്സാമ്പിൾ റീപ്രൊഡ്യൂസ് ചെയ്യുക. നിങ്ങൾ ചെയ്തിട്ട് അതിന്റെ ഡാറ്റയൊക്കെ മാറ്റി കൊടുത്ത് കറക്റ്റ് ചെയ്താൽ മതി. അപ്പൊ അതേപോലെ അപ്പൊ അതിന്റെ റിക്വയർമെന്റ് ഇതാണ്. അത് നമുക്ക് ഡാറ്റ വേണം. അത് സർവീസിൽ നിന്ന് നമുക്ക് കിട്ടി, കൺട്രോളറിന് കിട്ടി. പിന്നെ ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യണം. ഒരു ക്യാൻവാസിന്റെ ഉള്ളിൽ HTML ഫയൽ ക്യാൻവാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമുക്ക് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ക്യാൻവാസിലാണ് നമ്മൾ ഈ ചാർട്ട് ഡ്രോ ചെയ്യുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക. ID കാറ്റഗറി ചാർട്ട് എന്ന് ഓർത്തു. ഇനി അടുത്തത് ഡേറ്റ് ചാർട്ടിന് വേണ്ടിയിട്ട് ഒരു ക്യാൻവാസ് ഉണ്ടാക്കി. രണ്ടും ഒരു ഡിവിലാണ് ഇവിടുത്തെ കണ്ടെയ്നർ ക്ലാസ് ഇട്ടിട്ട് മാർജിൻ ടോപ്പ് ഇട്ടിട്ട് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ജാവാസ്ക്രിപ്റ്റ് ഇത് റെൻഡർ ചെയ്യാനുള്ള ചാർട്ട് റെൻഡർ ചെയ്യാനുള്ള ജാവാസ്ക്രിപ്റ്റ് ആണ്. അതിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡോക്യുമെന്റ് ഡോട്ട് ആഡ് ഇവന്റ് ലിസൺ ഡോം കണ്ടന്റ് ലോഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ് ഉണ്ട് HTML. ആ ഇവന്റ് എന്താണ്? ഡോമിലെ സ്ട്രക്ചർ ഉണ്ടല്ലോ, അതായത് HTML ഒക്കെ ഉണ്ടല്ലോ, അത് ലോഡ് ചെയ്തതിന് ശേഷം വിളിക്കേണ്ടതാണ്. അപ്പൊ ഡോക്യുമെന്റ് ഡോട്ട് ആഡ് ഇവന്റ് ലിസണർ എന്ന് പറഞ്ഞാൽ ഡോമിലുള്ള ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു ഫംഗ്ഷൻ. അതിലേക്ക് നമ്മളൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യുക. ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്നിട്ട് ഒരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷനിലേക്ക് നമ്മൾ ആദ്യം പൈ ചാർട്ട് റെൻഡർ ചെയ്യാന് കാറ്റഗറി എന്താണ് എടുത്തു. അതായത് കണ്ടെക്സ്റ്റ്, നമ്മൾ എവിടെയാണ് കണ്ടെക്സ്റ്റ്, അതായത് ചാർട്ട് വരക്കേണ്ട സ്ഥലം ഏതാണ് ഐഡന്റിഫൈ ആണ്. ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID കാറ്റഗറി ചാർട്ട്, എന്നിട്ട് ഡോട്ട് അത് എന്താണ്? ഒരു ക്യാൻവാസ് ആയിരിക്കുമല്ലോ. ക്യാൻവാസിൽ ഗെറ്റ് കണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഗെറ്റ് കണ്ടെക്സ്റ്റ് ഓഫ് 2D കണ്ടെക്സ്റ്റ് എടുക്കണം. എന്നിട്ട് കാറ്റഗറി ചാർട്ട്, ഇത് ചാർജേഴ്സിന്റെ ഫംഗ്ഷൻ ആണ്. ഇത് ജാവാസ്ക്രിപ്റ്റിന്റെ തന്നെ. ഇത് ചാർജേഴ്സിന്റെ ന്യൂ ചാർട്ട് ഓഫ് ആ ഒരു കണ്ടെക്സ്റ്റ് പാസ് ചെയ്യുക, 2D പാസ് ചെയ്യുക. 2D എന്നിട്ട് നമ്മള് ഡാറ്റ പാസ് ചെയ്യുക. അതിൽ ഒരു ഒബ്ജക്റ്റിൽ ടൈപ്പ് എന്താണ് കൊടുക്കുക? പൈ ചാർട്ട് ആണ് എന്നുള്ളത് കൊടുക്കാനിട്ട് ഡാറ്റ ലേബിൾസ്. എന്നിട്ട് അതിൽ ഒബ്ജക്ട് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് ലേബിൾസ് മാറ്റി പാസ് ചെയ്യണം. ഡാറ്റ സെറ്റ്സും ലേബിൾസിൽ എന്താണ്? JSON തൊട്ട് സ്ട്രിങ്ങിഫൈ ചാർട്ട് ലേബിൾസ്. ഞാൻ അത് സ്ട്രിങ്ങിഫൈ ചെയ്തിട്ട് കൊടുക്കണം. അപ്പൊ അതെന്താണ്? ഒരു
ലേബൽസ് പ്രിന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടെ ആ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കേളി ബ്രേസ് ഇട്ടിട്ട് എന്താ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു എക്സ്ക്ലമേഷൻ മാർക്കും കൂടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഡാറ്റ സെറ്റ്സ്, അതിൽ ലേബൽ എക്സ്പെൻസസ് ബൈ കാറ്റഗറി എന്നിട്ട് ലേബൽ കൊടുത്തു. എന്നിട്ട് ഡാറ്റ എന്താണ്, ജേസണിലോട്ട് സ്ട്രിങ്ങിഫൈ ചാർട്ട് ഡാറ്റ, അത് സ്ട്രിങ് ആയിട്ടാണ് കൊടുക്കേണ്ടത് ആക്ച്വലി, ജേസൺ ആയിട്ടുള്ള, അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മളൊരു സെറ്റ് ഓഫ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഇതിന് റാൻഡം ആയിട്ട് എടുക്കും. ഹോവർ ബാക്ക്ഗ്രൗണ്ട് കളർ, അതിന്റെ ഹോവർ ചെയ്യുമ്പോഴുള്ള ബാക്ക്ഗ്രൗണ്ട് കളറും ആ ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ഓപ്ഷൻ ടൈപ്പ് ഡാറ്റ, ഡാറ്റയിൽ ലേബൽസും ഡാറ്റ സെറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നുള്ളത് ഓപ്ഷൻ, ഇതൊന്ന് കാണാപാഠം പഠിക്കണ്ട, ചാർജേഴ്സിന്റെ ഡോക്യുമെന്റേഷൻ നോക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. അപ്പൊ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓപ്ഷൻസ് എന്ന റെസ്പോൺസീവ് ഫോൾസ് ആണ്. റെസ്പോൺസീവ് ട്രൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സൈസ് മാറ്റുന്നതിനനുസരിച്ച് റീസൈസ് ചെയ്യും. അതൊക്കെ ട്രൂ കൊടുക്കാം, ജസ്റ്റ് ഫോൾസ് കൊടുത്തുന്നുള്ളൂ, ഡീഫോൾട്ട് കൊടുത്താൽ. മെയിൻറ്റെയിൻ ആസ്പെക്ട് റേഷ്യോ ഫോൾസ്, പ്ലഗിൻ ലെജൻഡ് പൊസിഷൻ, ലെജൻഡ് എവിടെയാണ് കാണിക്കേണ്ടത്, ടോപ്പാണ്. ടൈറ്റിൽ കാണിക്കണോ കാണിക്കണ്ടേ, ട്രൂ. എക്സ്പെൻസ് ബൈ കാറ്റഗറി ടെക്സ്റ്റ് അങ്ങനെ കാണിക്കണം. ബാർ ചാർട്ടിനുള്ളും ഏകദേശം അതേപോലെ തന്നെ ചാർട്ട് എടുത്തു, ടൈപ്പ് ബാർ കൊടുത്തു, ബാക്കിയൊക്കെ നമുക്ക് സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ സ്കെയിൽസ് മാത്രമുള്ളൂ. സ്കെയിൽസ് വൈ ബിഗിൻ അറ്റ് 0 ട്രൂ, പ്ലഗിൻ എടുത്ത് ലെജൻഡ് പൊസിഷൻ ടോപ്പ് ടൈറ്റിലും ബാക്കിയൊക്കെ സെയിം, ഇത്രയും സെയിം ആണ് കൊടുത്തത്. പിന്നെ ഒരു സ്റ്റൈലും കൊടുത്തിട്ടുണ്ട്, വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ, 2 ക്യാൻവാസിന് സ്പെസിഫിക് ആയിട്ട് വിഡ്ത്തും ഹൈറ്റും പിന്നെ മാർജിനും സെറ്റ് ചെയ്ത് ഇത് സ്റ്റൈലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡാഷ്ബോർഡിൽ പോയി നോക്കാം. ഡാഷ്ബോർഡിൽ പോയപ്പോൾ എനിക്ക് ആ കറക്റ്റ് വന്നിട്ടുണ്ട്, ചാർട്ട് വന്നു, 2 ഗ്രാഫ് വന്നിട്ടുണ്ട്, സ്പേസ് ഒക്കെ കറക്റ്റ് ആണ്. എക്സ്പെൻസിൽ പോയിട്ട് നമുക്ക് വേറെ കൂടെ എക്സ്പെൻസ് ആഡ് ചെയ്യാം. ഷോപ്പിംഗ്, ഇവിടെ ഡാഷ്ബോർഡിൽ പോയി വന്നാൽ 2 കാറ്റഗറിയാണ് ഇപ്പൊ, ഷോപ്പിംഗോ എന്റർടൈൻമെന്റ്. അപ്പൊ അതിന്റെ 2ന്റെ ചാർട്ട് വന്നു. ഈ ഒരു ഡേറ്റിന് മാത്രമല്ല നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഡേറ്റിൻ്റെത് 1 മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ 3 എണ്ണമായി. അപ്പൊ നമ്മൾ കൊടുത്ത കളറിന് ഓരോന്നും എടുത്ത് വരുന്നുണ്ട്. അപ്പൊ വലിയ എമൗണ്ട് ഉള്ളത് കൊണ്ട് ഇതാണ് കൂടുതൽ സൈസ് കാണുന്നത്. പിന്നെ ഡേറ്റിൽ ഇപ്പൊ 3 എണ്ണം ഉണ്ടാവും. ആ 3 എണ്ണവും സം ചെയ്തിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ടോട്ടൽ എന്താണ് എക്സ്പെൻസ് ബൈ ഡേറ്റ്. ഈ ഡേറ്റിൽ 504 ദിർഹംസ് അല്ലെങ്കിൽ റുപ്പീസ് ആണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. നമുക്ക് മോങ്കോസിൽ ഒന്ന് കണക്ട് ചെയ്തിട്ട് എക്സ്പെൻസിൽ നമുക്ക് എക്സ്പെൻസിന്റെ ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. 2ാമത്തെ ഡേറ്റ് ഫോർ എക്സാമ്പിൾ അത് ഞാൻ 14 ആക്കാണ്. എന്നിട്ട് അപ്ഡേറ്റ് മാനുവലി ഡാറ്റാബേസിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്താണ്. എന്നിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്തപ്പോൾ എനിക്ക് ആ 2 ഡേറ്റിന് വേറെ വന്നിട്ടുണ്ട്. ഈ 14-ാം തീയതി 30ഉം ഇവിടെ 474. അപ്പൊ 2 ഗ്രാഫും സെപ്പറേറ്റ് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ കമ്പാരിറ്റീവ്ലി ഈ ഒരു 30 എന്നുള്ളത് വളരെ ചെറുതാണ്. ഇവിടെ നമുക്ക് 474 ഉണ്ട്, ഇവിടെ 30 ഉണ്ട്. അതുകൊണ്ടാണ് അതിന്റെ സൈസ് കുറവ്. പിന്നെ കുറെ ഗ്രാഫ് വരുന്നതിനനുസരിച്ച് അതിന്റെ വിഡ്ത്തും അഡ്ജസ്റ്റ് ആവും. അപ്പൊ ഇങ്ങനെയാണ് ചാർജേഴ്സ് ഒക്കെ ഉപയോഗിച്ച് വളരെ എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡാഷ്ബോർഡ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഏത് സോഫ്റ്റ്വെയർ ആയി കഴിഞ്ഞാലും അതിനൊരു ഡാഷ്ബോർഡ് നിർബന്ധമാണ്. ആ ഡാഷ്ബോർഡിലായിരിക്കും കാറ്റഗറി വൈസ് പെട്ടെന്ന് കാണാനുള്ള വിഷ്വലൈസേഷൻ പറയും, ഡാറ്റ വിഷ്വലൈസേഷൻ. അപ്പോ നിങ്ങൾ റെസ്യൂമിൽ ഇത് പഠിച്ച് ഞങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു, നിങ്ങൾ ലിങ്ക്ഡിനിലെ സ്കില്ലിലായാലും റെസ്യൂമിലായാലും ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡാറ്റ വിഷ്വലൈസേഷൻ. അപ്പോൾ ഡാറ്റ നിങ്ങൾക്ക് ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ അറിയും എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ചാർജേഴ്സ് അല്ലാതെ വേറെയും പല ചാർട്ടിന്റെ ടൂൾസ് ഉണ്ട്. ഹൈ ചാർട്ട് അല്ലെങ്കിൽ D3JS. D3JS എന്ന് പറയുന്ന കസ്റ്റമായിട്ട് SVG ഉപയോഗിച്ചിട്ട് ഇത് ക്യാൻവാസ് ഉപയോഗിച്ചല്ലേ, SVG ഉപയോഗിച്ച് റെൻഡർ ചെയ്യുന്നതാണ് D3JS. അതിൽ ഒരുപാട് ബിൽറ്റിൻ ലൈബ്രറീസ് ഉണ്ട്, അതേപോലെ ബിൽറ്റിൻ ചാർട്ടുകൾ പല ടൈപ്പ്, പല രീതിയിൽ നമുക്ക്, ഇതൊക്കെ ജസ്റ്റ് പൈ ചാർട്ടും ബാർ ചാർട്ടും മാത്രമല്ല, പല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാം. അതേപോലെ കസ്റ്റമായിട്ട് പല രീതിയിൽ നമുക്ക് ഡ്രോ ചെയ്തെടുക്കാൻ പറ്റും D3JS ഉപയോഗിച്ചിട്ട്. സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് വല്ല യൂട്യൂബൊക്കെ നോക്കി പഠിക്കുന്നത് നന്നായിരിക്കും.